بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على حبيبك الأعظم وعلى آل وأصحاب حبيبك الأعظم بعدد كل معلوم لك صلاة ترضيك وترضيه وترضى بها عنا يا أرحم الراحمين ونشهد أن لا إله إلا الله ونشهد أن سيدنا محمد رسول الله أما بعد ബഹുമാന്യരായ മുഹിബ്ബീങ്ങളെ, ഇന്ന് മുഹറം അവസാനത്തെ രാത്രിയാണ്. നാം മൗലിദുൽ ഹുസ്നൈനിയുടെ ഖത്മ് മജ്ലിസിലാണ് ഉള്ളത്. നാം എല്ലാവരും മജ്ലിസുൽ ഹുസ്നൈനി, മൗലിദുൽ ഹുസ്നൈനി ഖത്മ് ചെയ്തവരാണ്. അള്ളാഹു നമ്മുടെ ഖത്മുകൾ സ്വീകരിക്കട്ടെ. അല്പം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറഞ്ഞ് നമുക്ക് യാസീൻ ഓതി ദുആ ചെയ്ത് പിരിയാം. കഴിഞ്ഞ ക്ലാസ്സിൽ നാം മൗലിദുൽ ഹുസ്നൈനിയുടെ 17ാമത്തെ ഹിസ്ബ്, ആദ്യത്തെ ഹദീസും ആദ്യത്തെ കാവ്യവുമാണ് നാം അർത്ഥം പറഞ്ഞത്. ഇന്ന് നമുക്ക് പറയാനുള്ളത് അതിൻ്റെ 17ാമത്തെ ഹിസ്ബിലെ 2ാമത്തെ ഹദീസാണ്, ഹിക്കായത്താണ്. വളരെ പ്രധാനപ്പെട്ട ഔന്നത്യങ്ങൾ, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഔന്നത്യങ്ങളാണ് 17ാമത്തെ ഹിസ്ബിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നാം പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് എല്ലാ ഭാഷകളും അറിയാം, കവിതയെക്കുറിച്ചും അറിയാം, എഴുത്തു വായനകളെക്കുറിച്ചും അറിയാമെന്നൊക്കെ നാം കഴിഞ്ഞ ക്ലാസ്സിൽ വിവരിച്ചു. ഇന്ന് പറയാൻ പോകുന്നത് അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ ഹബീബിക്കൽ അഅ്ലം വഅലാ ആലിഹി മാദാമൽ മലവാൻ. രാപ്പകലുള്ള കാലത്തോളം, ദിനരാത്രങ്ങളുള്ള കാലത്തോളം നിൻ്റെ പരമോന്നതനായ പ്രിയനും അവിടുത്തെ ബന്ധുക്കൾക്കും അല്ലാഹുവേ നീ നിൻ്റെ പ്രകീർത്തനവും രക്ഷയും നിൻ്റെ ബറക്കത്തും നൽകണേ എന്നാണല്ലോ അതിൻ്റെ അർത്ഥം. അല്ലദീ മിൻ ഹുസ്നിഹിൽ മാനവി, ആ തിരു ഹബീബിൻ്റെ ആന്തരികമായ ഭംഗിയിൽപ്പെട്ടതാണ് അന്നഹുൽ ആന അയ്ളൻ യുഷാഹിദു വയഅലമു അഹ്വാല ഉമ്മത്തിഹി വനിയ്യാതിഹിം വഖവാത്തിറഹും ഫീ കുല്ലി അഹ്യാൻ. ഇത് പലരും മനസ്സിലാക്കാത്ത ഒരു യാഥാർത്ഥ്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് പലർക്കും അറിയാത്തൊരു കാര്യമാണ്. അന്നഹുൽ ആന അയ്ളൻ, തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്പോഴും ഈ നിമിഷവും യുഷാഹിദു ദർശിക്കുന്നുണ്ട്, കാണുന്നുണ്ട്, വയഅലമു അറിയുന്നുമുണ്ട്, അഹ്വാല ഉമ്മത്തിഹി തിരുനബിയുടെ സമുദായത്തിൻ്റെ അവസ്ഥകൾ, തിരുനബിയുടെ ഉമ്മത്തിൻ്റെ സമുദായത്തിൻ്റെ മുഴുവൻ അവസ്ഥകളും, ഓരോരുത്തരുടെയും മുഴുവൻ അവസ്ഥകളും വിശദമായി സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അറിയാം. എല്ലാവരെയും റസൂലുള്ളാഹി കാണുന്നുണ്ട്. വനിയ്യാതിഹിം, സമുദായത്തിൽപ്പെട്ട എല്ലാവരുടെയും മനസ്സിലുള്ള കരുത്തുകൾ, നിയ്യത്ത്, മനസ്സിൽ കരുതുന്ന കാര്യങ്ങൾ, ഒരു കാര്യം പറയുമ്പോഴും ഒരു കാര്യം ചെയ്യുമ്പോഴുമൊക്കെ മനസ്സിൽ ഉദിക്കുന്ന അല്ലെങ്കിൽ മനസ്സിൽ കരുതി വെക്കുന്ന നിയ്യത്ത്, ഉദ്ദേശ്യങ്ങൾ, അത് റസൂലുള്ളാഹി അറിയും, കാണും. വഖവാത്തിറഹും, അവിടുത്തെ സമുദായത്തിൻ്റെ മനസ്സിൽ ഉദിക്കുന്ന വിചാരങ്ങൾ, പല പല വിചാരങ്ങളും മനസ്സിൽ വന്നുപോകും, അതും അറിയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ കുല്ലി അഹ്യാൻ. അത് എപ്പോഴെങ്കിലും ഒരു സമയത്തല്ല, മദീന പള്ളിയിൽ റസൂലുള്ളാഹിയുടെ മുന്നിൽ പോയി നിൽക്കുമ്പോൾ മാത്രമല്ല,
അല്ലെങ്കിൽ മദീന പള്ളിയുടെ അകത്താകുമ്പോൾ മാത്രമല്ല, അല്ലെങ്കിൽ മദീനയിലാകുമ്പോൾ മാത്രമല്ല, മറിച്ച് നാം ഈ പ്രപഞ്ചത്തിൻ്റെ ഏത് കോണിലാണെങ്കിലും സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ അറിയുകയും നമ്മെ വീക്ഷിക്കുകയും നമ്മെ ദർശിക്കുകയും ചെയ്യുമെന്നതാണ് സത്യം. അതാണ് ആരിഫികൾ പറഞ്ഞു വെച്ചിട്ടുള്ളത്. അതെങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് എല്ലാവരെയും കാണാനും എല്ലാവരെയും കേൾക്കാനും എല്ലാവരെയും മനസ്സിലാക്കാനും സാധിക്കും? അപ്പോൾ ദൈവമായി പോകില്ലേ എന്നൊരു സംശയം. ഇല്ല. എങ്ങനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അതിന് സാധിക്കുന്നത്? അതിൻ്റെ മറുപടിയാണ് ഇന്നത്തെ ഈ ഹദീസിൽ വിശദമായിട്ട് പറയുന്നത്. കാഴ്ച രണ്ട് വിധം കാഴ്ചയുണ്ട്. അത് വിശദമായിട്ട് കുറച്ച് പറയുന്നുണ്ട്. ഞാൻ അതിൻ്റെ ഒരു സൂചന റസൂലുള്ളാഹിക്ക് വേണ്ടി പറയുകയാണ്. ഈ വിഷയം പറയുമ്പോൾ തന്നെ സംശയം വരാതിരിക്കാൻ. റൂഹ്, ആത്മാവിന് കാഴ്ചയുണ്ട്. നാം മൗലിദുൽ ഹുസ്നൈനിയുടെ ചില ക്ലാസ്സുകളിൽ മുമ്പ് വിവരിച്ചിട്ടുണ്ട്. ആത്മാവിന് കണ്ണുണ്ട്. എല്ലാ ആത്മാവിനും, റസൂലുള്ളാഹിയുടെ ആത്മാവിന് മാത്രമല്ല, ആത്മാവ് ശരീരങ്ങളിലേക്ക് വരുന്നതിൻ്റെ മുമ്പ് ഓരോ ആത്മാവിനും, സാധാരണക്കാരൻ്റെ ആത്മാവിനും പ്രവാചകന്മാരുടെ ആത്മാവിനും സൃഷ്ടിലോകത്തിൻ്റെ നേതാവായ റസൂലുള്ളാഹിയുടെ ആത്മാവിനും കണ്ണുമുണ്ട്, ദർശനവുമുണ്ട്, കാതുമുണ്ട്, കേൾവിയുമുണ്ട്, കാലുമുണ്ട്, നടക്കാനുള്ള കഴിവുമുണ്ട്, കയ്യുമുണ്ട്, പിടിക്കാനുള്ള കഴിവുമുണ്ട്, പഞ്ചേന്ദ്രിയങ്ങളുമുണ്ട്, അതിൻ്റെ അപ്പുറത്തുള്ളതുമുണ്ട്, അതിൻ്റെ അപ്പുറത്തുള്ള ഇന്ദ്രിയവുമുണ്ട്. ഏതിന്? റൂഹിന്. പക്ഷേ റൂഹിനുള്ള കഴിവ്, ഓരോരുത്തരുടെ റൂഹിനുള്ള കഴിവ്, ആ കാഴ്ച, ആ റൂഹി ശരീരത്തിൽ വരുമ്പോഴുള്ള കാഴ്ചയും തമ്മിൽ വ്യത്യാസമുണ്ട്. ശരീരത്തേക്ക് വരുന്നതിൻ്റെ മുമ്പുള്ള ആത്മാവിൻ്റെ കാഴ്ച എന്ന് പറയുന്നത്, ആ കാഴ്ചക്ക് ഉപാധികളില്ല. ആ കാഴ്ചക്ക് എല്ലായിടത്തുമുള്ളത് ഒരൊറ്റ സമയത്ത് കാണാൻ കഴിയും ആ കണ്ണിന്, ആത്മാവിൻ്റെ കണ്ണിന്. അതുപോലെ ആത്മാവിൻ്റെ കേൾവിക്കും ഭൂലോകത്തുള്ളതെല്ലാം ഒരേ സമയത്ത് കേൾക്കാൻ കഴിയും. ആത്മാവിന് ഭൂലോകത്ത് എവിടേക്കും ഒരു നിമിഷം കൊണ്ട് എത്താൻ കഴിയും, എവിടേക്കും എത്താൻ കഴിയും. അതാണ് ആത്മാവിൻ്റെ കഴിവ്. പക്ഷേ പണ്ട് അല്ലാഹു തആല അലസ്തു ബി റബ്ബിക്കും എന്നൊരു സമ്മേളനത്തിനെ കുറിച്ച് നാം നേരത്തെ വിശദീകരിച്ചതാണ്. ആ സമ്മേളനത്തിൽ വെച്ച് അള്ളാഹുവിൻ്റെ മധുരമേറിയ സംസാരം കേൾക്കാൻ ഭാഗ്യം കിട്ടിയവരാണ് അംബിയാ മുർസലീങ്ങൾ. അത് ശരിക്കും കേൾക്കാൻ ഭാഗ്യം കിട്ടാത്തവരാണ് അംബിയാ മുർസലീങ്ങൾ അല്ലാത്തവർ. അതേസമയത്ത് ആലമുൽ അർവാഹ്, ആ ലോകത്ത് വെച്ച് സംസാരിക്കുന്നതൊക്കെ കേൾക്കാൻ കഴിയും. അള്ളാഹുവിൻ്റെ സംസാരം കേൾക്കൽ അത് മറ്റൊരു ഭാഗ്യമാണ്. ആ ഭാഗ്യം എല്ലാവർക്കും കിട്ടണമെന്നില്ല. അപ്പോൾ ഈ അർവാഹിന്, റൂഹുകൾക്കുള്ള, ആത്മാക്കൾക്കുള്ള കേൾവി ശക്തിയും കാഴ്ച ശക്തിയുമൊക്കെ ശരീരത്തിൽ വരുമ്പോൾ ശരീരത്തിൻ്റെ കേൾവിയും ശരീരത്തിൻ്റെ ദർശനവും ശരീരത്തിൻ്റെ കാഴ്ചയും ശരീരത്തിൻ്റെ നടത്തവും പിടിക്കലും എല്ലാ കഴിവുകളും അത് പരിമിതമാണ്, അത് സ്വാഭാവികമാണ്. കുറേ ഉപാധികളോടുകൂടെ മാത്രമേ കാണാൻ കഴിയൂ ശരീരത്തിന്, കുറേ ഉപാധികളോടുകൂടെ മാത്രമേ കേൾക്കാൻ കഴിയൂ ശരീരത്തിന്. എന്തും എങ്ങനെയും കേൾക്കാൻ കഴിയില്ല ശരീരത്തിന്. ഈ ശരീരത്തിൽ ആത്മാവ് ശരീരത്തിൽ വിന്യസിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ ശരീരത്തിന് ഉള്ള കേൾവിയും കഴിവുകളുമായി തീരും ആത്മാവിൻ്റേത്. അങ്ങനെ ഒരു വ്യത്യാസമുണ്ട്. അപ്പോൾ ശരീരത്തിൽ നിന്നും ആത്മാവ് വിട്ടുപിരിയുമ്പോഴാണ് ആത്മാവിന് കൂടുതൽ കഴിവ് ഉണ്ടാകുന്നത്.
സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആത്മാവ് എന്ന് പറയുന്നത് ഒരു മലക്കിൻ്റെയും ഒരു പ്രവാചകൻ്റെയും ജിന്നിൻ്റെ ഒരു മനുഷ്യൻ്റെ ജിന്നുകളുടെ ആരുടെയും അർവാഹ് റൂഹിനെ പോലെയല്ല, ആത്മാവിനെ പോലെയല്ല. മുഴുവൻ അർവാഹുകളെക്കാളും കഴിവുള്ള റൂഹാണ് സയ്യിദുനാ റസൂലുള്ളാഹിയുടെ റൂഹ്. ജിബ്രീൽ അലൈഹിസ്സലാമിൻ്റെ റൂഹിനേക്കാൾ കഴിവുള്ള റൂഹാണ് സയ്യിദുനാ റസൂലുള്ളാഹിയുടെ റൂഹ്. ആ റൂഹ് ശരീരത്തിൽ വന്നതിൻ്റെ ശേഷവും അങ്ങനെ തന്നെ, അവിടുന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി പോയതിൻ്റെ ശേഷവും അങ്ങനെ തന്നെ റസൂലുള്ളാഹിയുടെ റൂഹിന് വലിയ കഴിവുണ്ട്. ആ റൂഹിൻ്റെ നോട്ടം കൊണ്ടാണ് ഭൂലോകത്തുള്ള എല്ലാവരുടെയും ഖൽബ് കാണാൻ റസൂലുള്ളാഹിക്ക് കഴിയുന്നത്. എല്ലാവരും പറയുന്നതും മനസ്സിൽ വിചാരിക്കുന്നതുമൊക്കെ സ്പഷ്ടമായി റസൂലുള്ളാഹിക്ക് തിരിയുന്നത് റസൂലുള്ളാഹിയുടെ ആത്മാവിൻ്റെ കഴിവ് കൊണ്ടാണ്. അങ്ങനെ ആത്മാവിൻ്റെ കഴിവിനെ പറ്റി കൂടുതൽ പറയേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് പിന്നീട് നമുക്ക് പറയാം. ഞാൻ സൂചിപ്പിച്ചതാണ്, അങ്ങനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പ്രപഞ്ചത്തിൻ്റെ ഏത് കോണിലും ആരൊക്കെ ഉണ്ടോ അവരുടെയൊക്കെ മുഴുവൻ സംസാരങ്ങളും ചലനങ്ങളും വീക്ഷിക്കാനും അറിയാനും കഴിയും. റസൂലുള്ളാഹിയുടെ സമുദായം എന്ന് പറയുന്നത് ഭൂലോകത്തുള്ളവർ മാത്രമല്ല, റസൂലുള്ളാഹിയുടെ സമുദായം തന്നെയാണ് ആകാശങ്ങളിലുള്ള മുഴുവൻ മലക്കുകളും, 7 ആകാശത്തിൻ്റെയും അർശിൻ്റെ ഭാഗത്തുള്ള മലക്കുകൾ, അർശിൻ്റെയും മുകളിലുള്ള മറ്റു ലോകങ്ങളിലുള്ള മലക്കുകൾ, അവരൊക്കെ റസൂലുള്ളാഹിയുടെ സമുദായമാണ്. അവരുടെ ചലനങ്ങളെല്ലാം അറിയാനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സാധിക്കും. കമാ ഖാലഹു ഇബ്നുൽ ഹാജി, ഔലിയാക്കളിൽപ്പെട്ട ഇബ്നുൽ ഹാജ് റഹിമഹുല്ലാഹ് അവർ ഇക്കാര്യം വിവരിച്ചിട്ടുണ്ട്. ഇക്കാര്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഉള്ള അറിവ് അത് പ്രവിശാലമാണ്. അങ്ങനെയുള്ള അറിവുണ്ടായതുകൊണ്ട് ആ അറിവുള്ള വ്യക്തി ദൈവമാകുന്നതല്ല. കാരണം അള്ളാഹുവിൻ്റെ അറിവും റസൂലുള്ളാഹിയുടെ ഈ അറിവും തമ്മിൽ വ്യത്യാസമുണ്ട്. അള്ളാഹുവിൻ്റെ അറിവ് ഒരാൾക്കും അത് ഇല്ലായ്മ ചെയ്യാൻ കഴിയില്ല. ഒരു കാരണവശാലും അത് ഇല്ലാതെയാവുകയുമില്ല, അത് മുടങ്ങുകയുമില്ല, അതിന് വിലക്കുണ്ടാകുന്നതുമല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ കഴിവുകൾ അത് ഇങ്ങനെ കഴിവുണ്ടെന്ന് പറഞ്ഞെങ്കിലും അല്ലാഹു തആല വേണ്ടെന്ന് വെച്ചാൽ അത് അറിയാൻ കഴിയൂല. അങ്ങനെ എത്രയോ സംഭവം ഉണ്ടായിട്ടുണ്ട്. ചില കാര്യങ്ങൾ അള്ളാഹുവിൻ്റെ റസൂൽ അറിയണ്ടെന്ന് അല്ലാഹു തആല വിചാരിക്കുമ്പോൾ റസൂലുള്ളാഹി അത് അറിയാറില്ല, കാണണ്ടെന്ന് വിചാരിക്കുമ്പോൾ കാണാറില്ല, കേൾക്കണ്ടെന്ന് വിചാരിക്കുമ്പോൾ കേൾക്കാറില്ല. അതാണ് പടപ്പും സൃഷ്ടാവും തമ്മിലുള്ള വ്യത്യാസം. സൃഷ്ടിയും സൃഷ്ടാവും തമ്മിലുള്ള വ്യത്യാസം അതാണ്. സൃഷ്ടാവിൻ്റെ അറിവ് അതാരും നൽകിയ അറിവല്ല, അത് പഴയ അറിവാണ്, മുമ്പേ സൃഷ്ടാവിൻ്റെ കൂടെയുള്ള അറിവാണ്. സൃഷ്ടാവല്ലാത്തവരുടെ അറിവ് അള്ളാഹു നൽകിയ അറിവാണ്. നൽകിയ അറിവ് പല കാരണവശാലും ഇല്ലാതെയായി പോകാൻ സാധ്യതയുണ്ട്, മുടങ്ങാൻ സാധ്യതയുണ്ട്. റസൂലുള്ളാഹിക്ക് അറിവുണ്ടെന്ന് പറഞ്ഞെങ്കിലും ചിലപ്പോൾ അല്ലാഹു തആല വേണ്ടെന്ന് വെച്ചാൽ അത് അറിയാതിരിക്കാനും സാധ്യതയുണ്ട്. അങ്ങനെ സംഭവിച്ചിട്ടുമുണ്ട്. കമാ ഖാലഹു ഇബ്നുൽ ഹാജി, ഇബ്നുൽ ഹാജ് റഹിമഹുല്ലാഹ് അത് വിവരിച്ചിട്ടുണ്ട്. വൽ ഖസ്തല്ലാനിയു, സ്വഹീഹുൽ ബുഖാരിക്ക് വ്യാഖ്യാനം എഴുതിയ ഷിഹാബുദ്ദീൻ അഹ്മദുൽ ഖസ്തല്ലാനി റഹിമഹുല്ലയും ഈ 2 ഇമാമീങ്ങളും അൽ ഇമാമാൻ ഇവർ 2 പേരും വിവരിച്ചിട്ടുണ്ട്. ഇബ്നുൽ ഹാജി അവരുടെ സുപ്രസിദ്ധമായ അൽ മദ്ഖൽ എന്ന് പറഞ്ഞ ഗ്രന്ഥത്തിലും ഇമാം ഖസ്തല്ലാനി അൽ മവാഹിബുൽ ലദുന്നിയ എന്ന് പറഞ്ഞ ഗ്രന്ഥത്തിലും വിവരിച്ചിട്ടുണ്ട്. വലാ യശ്ഗലുഹു അഹദുഹും അൻ ആഖറ വഇൻ തഅദ്ദദത്തിൽ അസ്വാത്ത് വൽ അമാകിനു വൽ അബ്ദാൻ. വലാ യശ്ഗലുഹു അഹദുഹും അൻ ആഖറ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഈ സൃഷ്ടികളിൽ നിന്ന് ഒരാൾ പറയുന്നത് മറ്റൊരാളെ തൊട്ട് റസൂലുള്ളാഹിക്ക് വിലക്കാകുന്നില്ല. വലാ യശ്ഗലുഹു, റസൂലുള്ളാഹിക്ക് തടസ്സമാകുന്നതല്ല. അഹദുഹും, സൃഷ്ടികളിൽ ഒരാൾ, അൻ ആഖറ, മറ്റൊരാളെ തൊട്ട്
തടസ്സമാകുന്നില്ല. എല്ലാവരും റസൂലുള്ളാഹിനെ വിളിച്ചു പറഞ്ഞു, യാ റസൂലല്ലാഹ് അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് ഖുദ് ബി ഐദീനാ. മലപ്പുറത്തുനിന്നും പറഞ്ഞു, തിരുവനന്തപുരത്തുനിന്നും പറഞ്ഞു, കൊല്ലത്തുനിന്ന് പറഞ്ഞു, തൃശ്ശൂരിൽ നിന്ന് പറഞ്ഞു, കാസർഗോഡ് എന്ന് പറഞ്ഞു, കണ്ണൂരിൽ നിന്ന് പറഞ്ഞു. എവിടുന്ന് ആര് പറഞ്ഞാലും ആ നിമിഷം തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് കേൾക്കും. വൈൻ തഅദ്ദദത്തിൽ അസ്വാതു വൽ അമാകിനു വൽ അബ്ദാൻ. വൈൻ തഅദ്ദദത്തിൽ അസ്വാതു, ശബ്ദങ്ങൾ വിഭിന്നങ്ങളാണെങ്കിലും പല ശബ്ദമാണെങ്കിലും ഒരേ സമയത്ത് ശബ്ദങ്ങൾ വേർതിരിച്ചറിയാനുള്ള കഴിവ് അല്ലാഹു തആല റസൂലുള്ളാഹിക്ക് നൽകിയിട്ടുണ്ട്. റസൂലുള്ളാഹിക്ക് നൽകിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അത്ഭുതപ്പെടേണ്ട. അല്ലാഹു തആല ആ കഴിവ് അള്ളാഹുവിൻ്റെ വലിയ ഇഷ്ടദാസന്മാർക്ക് ഔലിയാക്കന്മാർക്കും നൽകിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്കത് വിവരിക്കാം. വൈൻ തഅദ്ദദത്തിൽ അസ്വാത്ത്, ശബ്ദങ്ങൾ വിഭിന്നങ്ങളാണെങ്കിലും വൽ അമാകിനു, സ്ഥലങ്ങൾ വിഭിന്നങ്ങളാണെങ്കിലും പല സ്ഥലത്തു നിന്നാണ് വിളിക്കുന്നതും പറയുന്നതും മൗലിദ് ഓതുന്നത്. പല സ്ഥലത്തു നിന്നും റസൂലുള്ളാഹിന്റെ മൗലിദ് ഓതുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതെല്ലാം കേൾക്കും. മനസ്സിലുദിക്കുമ്പോൾ തന്നെ കേൾക്കും. മൗലിദുൽ ഹുസ്നൈനി ചെല്ലാൻ വേണ്ടി നാം ഒരുങ്ങുമ്പോൾ തന്നെ റസൂലുള്ളാഹി അത് അറിയുന്നുണ്ട്. അപ്പോൾ റസൂലുള്ളാഹി എന്നെ വീക്ഷിക്കുന്നു, കാണുന്നു എന്നുള്ള നിലക്ക് നമ്മൾ രഹസ്യമായി മൗലിദുൽ ഹുസ്നൈനി അങ്ങ് ചൊല്ലിയാൽ അള്ളാഹിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് സ്വീകരിച്ചാൽ, അള്ളാഹിൻ്റെ ഹബീബിനിക്കത് പൊരുത്തമായാൽ നമ്മുടെ ആത്മീയമായ വെളിച്ചത്തിനിക്കത് കാരണമാകും. ആത്മീയമായ വെളിച്ചം നമുക്ക് ലഭിച്ചാൽ നമ്മുടെ മറ്റുള്ള എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടുകയും ചെയ്യും. ദുന്യവിയായ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടും, സാമ്പത്തികമായ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടും, മാനസികമായ പ്രയാസങ്ങളൊക്കെ പരിഹരിക്കപ്പെടും, രോഗങ്ങളൊക്കെ ശിഫയാകും, എല്ലാറ്റിനും പരിഹാരമാകും. ആദ്യം വേണ്ടത് ആത്മീയമായ ചൈതന്യമാണ്. ആത്മീയമായ രോഗത്തിൽ നിന്ന് നമുക്ക് മുക്തി വേണം. ആത്മീയമായ നിർജീവത്തിൽ നിന്ന് നമുക്ക് മുക്തി നേടാൻ കഴിയണം. ആത്മീയമായ ചൈതന്യം നാം നേടിയെടുത്താൽ നമുക്കെല്ലാം ലഭിച്ചു. അത് നേടിയെടുക്കണമെങ്കിൽ ആത്മീയമായ ചൈതന്യം തരേണ്ടത്, അത് നൽകാൻ വേണ്ടി അല്ലാഹു തആല ഏൽപ്പിച്ചത് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ്. നബി തങ്ങളെയാണ് അല്ലാഹു തആല ഏൽപ്പിച്ചത് ആത്മീയമായ ചൈതന്യം കൊടുക്കേണ്ടവർക്കൊക്കെ കൊടുക്കാൻ. അതുകൊണ്ട് റസൂലുള്ളാഹിൻ്റെ പൊരുത്തം കിട്ടണം, റസൂലുള്ളാഹിൻ്റെ സ്വലാത്ത് ചൊല്ലണം, റസൂലുള്ളാഹിൻ്റെ മൗലിദ് ധാരാളം ഓതണം. ആ മൗലിദാകുന്ന സ്വലാത്ത് അങ്ങ് ചൊല്ലിയാൽ റസൂലുള്ളാഹിക്ക് പൊരുത്തമായി ഓരോ കവാടങ്ങളും തുറക്കപ്പെടും. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഇത് മുഹറം മാസമാണ്, പുതിയ വർഷമാണ്. ഈ പുതിയ വർഷം മുഹറം മുതൽ സഫർ മുതൽ എല്ലാ മാസങ്ങളും നാം എല്ലാ ദിവസവും ഒരു ഹിസ്ബ് ചൊല്ലി, മൗലിദുൽ ഹുസ്നൈനിയുടെ ഒരു ഹിസ്ബ് ചൊല്ലി ഈ വർഷം മുഴുവനും നാം റസൂലുള്ളാഹിൻ്റെ മൗലിദുമായി ബന്ധപ്പെടാൻ വേണ്ടി തീരുമാനിച്ച് അങ്ങനെ പ്രവർത്തിച്ചാൽ അത് നമുക്ക് വലിയൊരു ഫത്ഹാകും, നമുക്കത് വലിയൊരു തുറവാകും. നമ്മുടെ ആത്മീയ വഴികൾ തുറക്കപ്പെടാൻ അത് വലിയ കാരണമാകും. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. വൽ അബ്ദാൻ, ശരീരങ്ങൾ വിഭിന്നമാണെങ്കിലും ശബ്ദങ്ങളും സ്ഥലങ്ങളും ശരീരങ്ങളും വിഭിന്നങ്ങളാണെങ്കിലും എവിടുന്ന് പറഞ്ഞാലും എങ്ങനെ പറഞ്ഞാലും എപ്പോൾ പറഞ്ഞാലും ആര് പറഞ്ഞാലും സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് കേൾക്കുകയും അറിയുകയും ചെയ്യും. വലാ ശുഹൂദുൽ ഖൽഖി അൻ ശുഹൂദിൽ ഹഖി, പടപ്പുകളെ സൃഷ്ടികളെ ദർശിക്കൽ അല്ലാഹു തആലയെ ദർശിക്കുന്നതിനിക്ക് റസൂലുള്ളാഹിക്ക് വിലക്കാകുന്നില്ല. എന്താണ് പറഞ്ഞത്? അള്ളാഹുവിൻ്റെ ഔലിയായി സൃഷ്ടികളുമായി ബന്ധപ്പെടുമ്പോൾ, സൃഷ്ടികളുമായി സംസാരിക്കുമ്പോൾ അവർ അള്ളാഹുവിൽ മുഴുകിയ ആളുകളാണെങ്കിലും അള്ളാഹുവിൽ മുഴുകിയവരാണെങ്കിൽ വരെയും, പക്ഷേ അതിനിടയിൽ സൃഷ്ടികളുമായി, ഭാര്യയുമായി, മക്കളുമായി, മറ്റു ജനങ്ങളുമായി അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാർക്ക് ഔലിയാവിന് ബന്ധമായാൽ അള്ളാഹുവുമായിട്ടുള്ള ആ ദർശനം, ആ ലയനത്തിൽ
വലിയ ചേഞ്ച് സംഭവിക്കും. അള്ളാഹുമായിട്ടുള്ള ലയനത്തിൽ നിന്ന് അവർ അല്പം അകലും. പിന്നീട് അവർക്കത് തിരിച്ചു കിട്ടാൻ കുറച്ച് പ്രയാസം വരും. ഈ ഒരു അവസ്ഥ ഔലിയാവിനുണ്ട്. അംബിയ ആദം നബി മുതൽ ഈസാ നബി അലൈഹി സ്വലാം വരെയുള്ള പ്രവാചകന്മാരുടെ അവസ്ഥ, അവരും അള്ളാഹുവിൻ്റെ ദർശനത്തിലും അള്ളാഹുവിൻ്റെ ലയനത്തിലും നിലകൊള്ളുന്നവരാണ്. അവർക്ക് സമുദായവുമായി, അവരുടെ സമുദായവുമായി, സൃഷ്ടികളുമായി ബന്ധമാവുന്ന സമയത്ത് ഔലിയായിൽപ്പെട്ട മഹാന്മാർ പറയുന്നു, പ്രവാചകന്മാർക്ക് വരെയും ചെറിയ ഒരു മേഘം മറയിട്ടതുപോലെ അള്ളാഹുവിൻ്റെ ദർശനത്തിൻ്റെയും അവരെയും ഇടയിൽ ഒരു മേഘം മറയിട്ടതുപോലെ ചെറിയൊരു മറ സംഭവിക്കുന്നുണ്ട്. ഔലിയാനുണ്ടാണ് അത്ര മറയല്ലെങ്കിലും ചെറിയൊരു മറ സംഭവിക്കുന്നുണ്ട്. എന്നാൽ എല്ലാ മലക്കുകളെക്കാളും എല്ലാ പ്രവാചകന്മാരെക്കാളും ശ്രേഷ്ഠരായ, എന്താ ഈ ശ്രേഷ്ഠ എന്ന് പറഞ്ഞാൽ, ദിവ്യദർശനത്തിലും അള്ളാഹുവിലുള്ള ലയനത്തിലും അടക്കം എല്ലാ വിഷയങ്ങളിലും ശ്രേഷ്ഠരാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ റസൂലുള്ളാഹിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ ദർശനവും അതേ സമയത്ത് തന്നെ ഈ ഭൂമിയിൽ വെച്ച് അള്ളാഹിനെ ദർശിക്കുന്നവരാണ് അവരൊക്കെ. ആത്മീയമായ ദർശനം, അവരുടെ അർവാഹുകൾ അള്ളാഹുവിനെ ദർശിച്ചു കൊണ്ടിരിക്കുന്നു ഭൂമിയിൽ വെച്ച്. അങ്ങനെ ദർശിക്കുമ്പോൾ തന്നെ ഭാര്യയുമായി സംസാരിക്കുകയോ മക്കളുമായോ മറ്റു ഏതൊരു സൃഷ്ടിയുമായി വ്യക്തിയുമായി സംസാരിക്കുമ്പോൾ ആ സംസാരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഒട്ടും അത് വിലങ്ങായി വരുന്നില്ല. അതാ പറഞ്ഞത്, വലാ ഷുഹൂദുൽ ഖൽഖി, സൃഷ്ടികളുടെ ദർശനം റസൂലുള്ളാഹിക്ക് വിലങ്ങാകുന്നില്ല. അൻ ഷുഹൂദിൽ ഹഖി, ഹഖ് തആല, അല്ലാഹു തആലയുടെ ദർശനത്തിനിക്ക് അതൊരിക്കലും വിലങ്ങാകുന്നില്ല. ഫഖത്ത് തസന്ന അലൈഹി ഷുഹൂദാൻ, ദിവ്യദർശനവും സൃഷ്ടിദർശനവും രണ്ടും സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് എളുപ്പമായിട്ടുണ്ട്, ഒരുപോലെ എളുപ്പമായിട്ടുണ്ട്. ആ മഹത്വം, അതാണ് ഏറ്റവും വലിയ മഹത്വം. ആ മഹത്വം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളല്ലാത്ത മറ്റൊരു സൃഷ്ടിക്കും ഇല്ല. ഫഅർളുൽ അമാൽ, അതുകൊണ്ട് അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത്, ഹദീസിലുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എല്ലാം സമുദായത്തെക്കുറിച്ച് എല്ലാം അറിയുകയും സമുദായത്തിൻ്റെ സൽപ്രവർത്തനവും ദുഷ്പ്രവർത്തനവും എല്ലാം റസൂലുള്ളാഹി അറിയുമെന്നാണല്ലോ നമ്മളിപ്പോൾ സംസാരിച്ചത്. ഒരു തെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഒരിക്കലും റസൂലുള്ളാഹിയെ കാണാതെ തെറ്റ് ചെയ്യാൻ കഴിയില്ല എന്നാണ്. റസൂൽ എപ്പോഴും നമ്മളെ കാണുന്നുണ്ട് എന്നാണ്. കാരണം അന്ത്യനാൾ വരെയുള്ള സമുദായത്തിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകരാണ് റസൂലുള്ളാഹി. അപ്പോൾ അന്ത്യനാൾ വരെ വരാൻ പോകുന്ന സമുദായത്തിന് എന്ത് സംഭവിച്ചു എന്ന് അറിയാതിരിക്കാൻ പറ്റൂലല്ലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഹാബത്തിന് മാത്രമുള്ള പ്രവാചകരല്ലല്ലോ റസൂലുള്ളാഹി. സ്വഹാബത്തിനും അന്ത്യനാൾ വരെ വരാനിരിക്കുന്ന എല്ലാവരിലേക്കുള്ള, എല്ലാ സൃഷ്ടികളിലേക്കുള്ള പ്രവാചകനാണ്. അപ്പോൾ റസൂലുള്ളാഹി എല്ലാം അറിയണം. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ സൽപ്രവർത്തനങ്ങളും ദുഷ്പ്രവർത്തനങ്ങളും എല്ലാം അറിയുന്നുണ്ടെങ്കിൽ പിന്നെ ഒരു ഹദീസിലുണ്ട്, റസൂലുള്ളാഹി പറഞ്ഞ ഹദീസിലുണ്ട്, നിങ്ങൾ ചെയ്യുന്ന അമലുകളൊക്കെ, ആരാധനകളൊക്കെ എനിക്ക് വെളിവാക്കപ്പെടും. നിങ്ങളുടെ പ്രവർത്തനങ്ങൾ, ആരാധനകൾ എനിക്ക് വെളിവാക്കപ്പെടും എന്ന് ഹദീസിലുണ്ട്. അപ്പോൾ അതിൻ്റെ വിവക്ഷ എന്താ? ആ വെളിവാക്കപ്പെടുന്ന സമയമല്ലാത്തപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അറിയാൻ കഴിയില്ല എന്നാണോ അതിൻ്റെ അർത്ഥം? അങ്ങനെ അർത്ഥം തെറ്റിദ്ധരിച്ചവരുണ്ട്, അത് ശരിയല്ല. റസൂലുള്ളാഹിക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇടയ്ക്കിടെ സമുദായത്തിൻ്റെ അമലുകൾ വെളിവാക്കപ്പെടുന്നു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ആ വെളിവാക്കപ്പെടുന്ന സമയമല്ലാത്ത സമയത്ത് അതൊരു ഫയലാക്കി റസൂലുള്ളാഹിയുടെ മുന്നിൽ കൊണ്ടുവരപ്പെടുന്നതാണ് പറയുന്നത്. അമലുകളെക്കുറിച്ചുള്ള രേഖ, ഫയലുകൾ
അത് കൊണ്ടുവരപ്പെടുന്ന പറയുന്നത്. അതിൻ്റെ അർത്ഥം ആ കൊണ്ടുവരപ്പെടാത്ത സമയത്ത് ആ ഉമ്മത്തിനെക്കുറിച്ച്, സമുദായത്തെക്കുറിച്ച്, അവരുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് റസൂലുള്ളാഹിക്ക് അറിയില്ല എന്നല്ല. എന്തുകൊണ്ട്? ഇമാം അഹമ്മദ് റിള ഖാൻ അൽ ബറേലി അവരുടെ ഇംബാ ഉൽ ഹൈ ബിഅന്ന കലാമഹുൽ മസൂൻ തിബിയാനുൽ ലികുല്ലി ഷൈ എന്ന് പറഞ്ഞ ഗ്രന്ഥത്തിൽ ഈ വിഷയം പറയുന്നുണ്ട്. അവർ ആ പറഞ്ഞത് വളരെ തഹ്ഖീഖായ വിഷയമാണ്. നാം മനസ്സിലാക്കേണ്ട വലിയൊരു പോയിൻ്റാണ് അഹമ്മദ് റിള ഖാൻ തങ്ങൾ പറഞ്ഞത്. അള്ളാഹുവിനെ കുറിച്ച് റസൂലുള്ളാഹി പറഞ്ഞു തന്നിട്ടുണ്ട്, എല്ലാ ദിനവും നമ്മുടെ അമലുകൾ അള്ളാഹു തആലയ്ക്ക് വെളിവാക്കപ്പെടും. പകലിലുള്ള അമലുകളൊക്കെ വൈകുന്നേരം ആകുമ്പോൾ വെളിവാക്കപ്പെടും. രാത്രിയുള്ള അമലുകളൊക്കെയോ സുബഹിൻ്റെ സമയത്ത് അള്ളാഹു തആലയ്ക്ക് വെളിവാക്കപ്പെടും എന്നുണ്ട്. അതിൻ്റെ പുറമെ ആഴ്ചയിലുള്ള അമല്, ഏത് ആഴ്ചയിലുള്ള അമല്? തിങ്കൾ, ചൊവ്വ, ബുധൻ, ഞായർ, ഈ ദിവസങ്ങളിലുള്ള അമല് തിങ്കളാഴ്ച അള്ളാഹു തആലയ്ക്ക് വെളിവാക്കപ്പെടും. മറ്റു ദിവസങ്ങളിലുള്ള അമല് വ്യാഴാഴ്ച അള്ളാഹു തആലയ്ക്ക് വെളിവാക്കപ്പെടും. ഇങ്ങനെ ഹദീസിൽ വന്നിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം അള്ളാഹു തആലയ്ക്ക് വെളിവാക്കപ്പെടാത്ത സമയത്ത് പകൽ അടിമകൾ ചെയ്യണ, സെറ്റുകൾ ചെയ്യണ അമലൊന്നും അള്ളാഹു തആല വൈകുന്നേരം മലക്കിയാൾ അള്ളാഹുവിൻ്റെ മുന്നിൽ വെളിവാക്കപ്പെടുന്ന സമയം വരെ അള്ളാഹു തആലയ്ക്ക് അത് അറിയില്ല എന്നർത്ഥം വെക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ ഒരാഴ്ചയിൽ 2 പ്രാവശ്യം അള്ളാഹു തആലയ്ക്ക് അമലുകൾ വെളിവാക്കപ്പെടും എന്ന് പറയുന്നുണ്ട്. ഈ 2 പ്രാവശ്യം വെളിവാക്കപ്പെടുന്നതിന് മുമ്പ് അള്ളാഹു തആലയ്ക്ക് ഈ അമലുകൾ അറിയില്ല എന്നതിന് അർത്ഥമുണ്ടോ? ഇല്ല. അത് മലക്കുകളോട് അത് രേഖപ്പെടുത്താൻ പറഞ്ഞിട്ടുണ്ട്. അത് ഫയലുകളാക്കി റെക്കോർഡ് ചെയ്യാൻ വേണ്ടി മലക്കുകളോട് പറഞ്ഞിട്ടുണ്ട്. ആ ജോലി മലക്കുകൾ നിർവഹിച്ച് അത് മുന്നിൽ കൊണ്ടുപോയി വെക്കുകയാണ് ചെയ്യുന്നത്. അത്രയും അർത്ഥമുള്ളൂ. എന്നതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും ഉമ്മത്തിൻ്റെ അമലുകൾ, ആരാധനകൾ വെളിവാക്കപ്പെടുമെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അതാണ് എന്നല്ലാതെ ഉമ്മത്ത് ചെയ്യുന്ന സമയത്ത് റസൂലുള്ളാഹി അറിയുന്നില്ല, കാണുന്നില്ല എന്നല്ല അതിൻ്റെ അർത്ഥം. അത് കൂടുതൽ ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ അതിൻ്റെ കാര്യകാരണങ്ങൾ നമുക്ക് ബോധ്യപ്പെടും. ഫർളുൽ അഅമാലി അലൈഹി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ആരാധനകൾ വെളിവാക്കപ്പെടും. സമുദായത്തിൻ്റെ മുഴുവൻ ആരാധനകളും റസൂലുള്ളാഹിയുടെ മുന്നിൽ ഹാജരാക്കപ്പെടും. ഖബറിലായിരിക്കെ തന്നെ ഹാജരാക്കപ്പെടുമെന്ന് ഹദീസിൽ വന്നതിൻ്റെ വിവക്ഷ ലാലിൽ ജഹിലി ഖബലഹു, അങ്ങനെ വെളിവാക്കപ്പെടുന്നതിൻ്റെ മുമ്പ് റസൂലുള്ളാഹിക്ക് അതിനെക്കുറിച്ച് വിവരമില്ലാത്തത് കൊണ്ടല്ല. കഅർളിഹാ കുല്ല യൗമിൻ അലദ്ദയ്യാൻ, ഏതുപോലെ അള്ളാഹു തആലക്ക് എല്ലാ ദിവസവും ആരാധനകൾ അള്ളാഹുവിന് വെളിവാക്കപ്പെടുമെന്ന് ഹദീസിലുണ്ട്, റസൂലുള്ളാഹി പറഞ്ഞതായി വന്നിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം അള്ളാഹു തആലക്ക് അങ്ങനെ വെളിവാക്കപ്പെടുന്നതിന് മുമ്പ് അറിയില്ല എന്നല്ലല്ലോ. എന്നതുപോലെ റസൂലുള്ളാഹിക്കും വെളിവാക്കപ്പെടുന്നതിന് മുമ്പും അറിവുണ്ട്. ഇനി അതിൻ്റെ വിശദീകരണം തന്നെയാണ് അടുത്ത് പറയുന്നത് ഇൻഷാ അല്ലാഹ്. അതും കൂടെ പറയുമ്പോൾ നമുക്കത് നല്ലവണ്ണം ബോധ്യപ്പെടും. സല്ലല്ലാഹു വസല്ലമ അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.